ഒരു കുട്ടി വേദപാഠം പഠിച്ചു തുടങ്ങുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പരിചയപ്പെടുന്നത് ഒരു മരപ്പണിക്കാരൻ, പിന്നീട് ദൈവനിയോഗത്താൽ ലോകരക്ഷകൻ്റെ പിതാവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിത പങ്കാളിയാകാനുള്ള അനുഗ്രഹം ലഭിച്ച വ്യക്തിയുമായാണ്. സുവിശേഷത്തിൽ എവിടെയും പിന്നീട് അദ്ദേഹത്തെ കാണപ്പെടുന്നില്ല. യേശുവിൻ്റെ വളർത്തച്ഛനായി നിശബ്ദനായ ഒരു പാപം നീതിമാനായി മറയുകയാണ്. അവസാനം വിശുദ്ധൻ്റെ മരണക്കിടക്കയുടെ സമീപത്ത് പരിശുദ്ധ മറിയവും ഈശോയും സന്നിഹിതരായ കാരണത്താൽ നൽമരണം പ്രാപിച്ച് യൗസേപ്പ് പിതാവ് മരണശയ്യയിൽ കിടക്കുന്നവരുടെ മധ്യസ്ഥനായും പിതാക്കന്മാരുടെയും സാമൂഹിക നീതിയുടെയും തൊഴിലാളികളുടെയും മധ്യസ്ഥനായി കാണുന്നു. വിശുദ്ധനെ ഓർക്കുന്ന ഈ വേളയിൽ എല്ലാ തൊഴിലാളികളെയും, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട എല്ലാ പിതാക്കന്മാരുടെയും മാതാവിൻ്റെയും ജീവിതത്തെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പ്രവാസികളെ. ഇന്നേ ദിവസം നമുക്ക് ഈ തിരുനാൾ ഒരുക്കിയത് നമ്മുടെ ഇടയിലെ ഒരു പ്രവാസിയാണ്. പക്ഷേ പ്രതികൂലമായ യുദ്ധസാഹചര്യങ്ങൾ അദ്ദേഹത്തെ നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും കൂടെ ഇവിടെ സന്നിഹിതനാകുവാൻ സാധിച്ചില്ല. ഇതുപോലെ അകലെ ആയിരിക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രവാസികളെ നാം തീർച്ചയായും ഓർക്കുകയും അവർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വേണം. തിരുസഭ മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ആദരണാർത്ഥം തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇന്നേ ദിവസം ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന വലിയ നീതികർത്താവാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഇന്നിൻ്റെ ലോകത്ത് സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ഒക്കെ പറ്റി നാം ബോധവൽക്കപ്പെടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ മറിയത്തെ ഒരു സംശയത്തിൻ്റെ നിഴലിന് പോലും വിട്ടുകൊടുക്കാതെ ദൈവപുത്രനെ പൂജാതനാകുവാൻ അവിടുന്ന് സമർപ്പിച്ച തൻ്റെ ജീവിതത്തെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും. ഇന്ന് വിശുദ്ധൻ്റെ കാൽപ്പാടുകളും വേരുകളും ഉള്ള പശ്ചിമേഷ്യ തീക്കനലുകളുടെ പ്രഹരത്തിലാണ്. അവിടുന്ന് നിശബ്ദമായി ഇടപെടണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അവിടുത്തോട് ഈശോ മറിയത്തിൽ യാചിച്ചുകൊണ്ട് ഈ ദിവ്യബലി അർപ്പിക്കാം. കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ, അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ. കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ, അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ. ഭൂമിയിലെ സ്വർഗം ഇത് തിരുവുത്ഥാനദിനം. ഭൂമിയിലെ സ്വർഗം ഇത് തിരുവുത്ഥാനദിനം. അഖിലാണ്ടങ്ങളും ഒരുപോൽ കുമ്പിടുമീ സ്വർഗീയ തലം. ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം. ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം. ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം. ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം. ഇവിടർപ്പിക്കും ഈ തിരുയാഗം നമ്മുടെ സൗഭാഗ്യം. ഇവിടെയുണർത്തും ദൈവസ്തുതികൾ നമ്മുടെ സമ്പാദ്യം. ഭൂമിയിലെ സ്വർഗം ഇത് തിരുവുത്ഥാനദിനം. അഖിലാണ്ടങ്ങളും ഒരുപോൽ കുമ്പിടുമീ സ്വർഗീയ തലം.
മാംസം പകുത്തു നൽകാൻ മിശിഹാരാജനിതാ. സ്വർഗീയോർസ്ലേം വിരികൾ തുറന്നി തിരുവൾ താരയിതിൽ. തിരുനിണമാംസം പകുത്തു നൽകാൻ മിശിഹാരാജനിതാ. സ്വർഗീയോർസ്ലേം വിരികൾ തുറന്നി തിരുവൾ താരയിതിൽ. ഉത്തിതനായ ദൈവസുതൻ പുനരർപ്പിക്കും ബലിയിൽ ഒരു മനമോടെ അണിചേരാമി അനുരഞ്ജന ബലിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നിങ്ങൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് തിരുനാൾ ആഘോഷം നടത്തേണ്ടിയിരുന്നത്. എല്ലാവരുടെയും സൗകര്യത്തിനായി ഇന്നത്തേക്ക് നാം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക ഇടവകയായി ആദ്യത്തെ തിരുനാൾ ആഘോഷമാണ് നടത്തുന്നത്. വളരെ സന്തോഷത്തോടുകൂടി നാം ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായിട്ട് ലോകത്ത് സമാധാനം പുലരുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യുദ്ധത്തിൻ്റെ കെടുതികൾ നാമും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സാമ്പത്തികമായ തകർച്ച ഉണ്ടാവും. വില കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയുകയില്ല. നഷ്ടങ്ങൾക്കനുസൃതമായിട്ട് നമുക്കും ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലുമെല്ലാം നഷ്ടം സംഭവിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. സഭ എപ്പോഴും ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പിതാവിനോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് സമാധാനം പുലരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി തന്നെയാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അവർ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് കരുതലും സ്നേഹവും ഒക്കെ തന്നെയാണ് തിരുനാൾ കൊണ്ട് വിവക്ഷിക്കുന്നത്. എല്ലാവരും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനൊക്കെ ഘടകവിരുദ്ധമാണെന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഏറെ ഭക്തിയോടുകൂടി വിശ്വാസ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇവിടുത്തെ കുടുംബങ്ങളെയാണ് പ്രത്യേകം യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥനായിട്ട് സമർപ്പിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സമാധാനവും പുലരുന്നതിനും വിശ്വാസ ജീവിതം വർദ്ധിക്കുന്നതിനും ഭക്തിപൂർവ്വം വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് ഈ ദിവ്യബലിയിലൂടെ അപേക്ഷിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ,
നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതിവസുനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാകത്തീരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ
നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്റെ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, തൃത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ ഔസേപ്പിന്റെ വിശ്വസ്ത സംരക്ഷണത്തിനങ്ങ് പരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അവയുടെ നിർവഹണമങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ. ഒന്നാം വായന സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞു, നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്നരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരുടമ്പടിയുണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോടു ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും.
നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. സഹോദരരെ, ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹാത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവുമെന്നേക്കും. കർത്താവെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവുമെന്നേക്കും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു.
യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവൾ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് സുവിശേഷ ഭാഗത്ത് വലിയ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചതായി പോലും നമുക്കവിടെ കണ്ടെത്താൻ കഴിയുകയില്ല. ശരിക്കും പരിശോധിക്കുമ്പോൾ നിശബ്ദനായി തനിക്ക് ലഭിച്ച സന്ദേശങ്ങളോട് വിധേയപ്പെട്ടുകൊണ്ട് എപ്പോഴും എന്നും ദൈവ തിരുമനസ് പൂർണ്ണമാക്കുവാനുള്ള താല്പര്യത്തോടു കൂടി ജീവിച്ച വിശുദ്ധനെയാണ് നാം കണ്ടെത്തുന്നത്. മംഗളവാർത്തയിൽ പരിശുദ്ധ മറിയത്തോട് മാലാഖ പറയുമ്പോൾ അതിനൊക്കെ മറുപടിയായി ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ യൗസേപ്പ് പിതാവ് ഒരു ചോദ്യവും ചോദിച്ചില്ല. എപ്പോഴും സന്ദേശങ്ങൾ വന്നിരുന്നത് സ്വപ്നങ്ങളിലൂടെയായിരുന്നു. അത് പരിപൂർണ സമ്മതത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് പരിപൂർണ സമർപ്പണവും വിധേയത്വവും പ്രകടിപ്പിച്ച് തന്നെ പരമേൽപ്പിച്ച ദൗത്യം വിശുദ്ധ യൗസേപ്പ് പിതാവ് പൂർത്തീകരിച്ചു. അപ്പോൾ നിശബ്ദനായി ദൈവത്തിൻ്റെ തിരുമനസ് നിർവഹിച്ച വിശുദ്ധനെയാണ് നാം കണ്ടെത്തുന്നത്. സുവിശേഷത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വാക്ക് നീതിമാനായ മനുഷ്യനായിരുന്നു. പരിശുദ്ധ മറിയവുമായി വിവാഹ ബന്ധം അത് നിശ്ചയിച്ചിരുന്നു. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞ സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് യഹൂദ നിയമം. അപ്പോൾ അത് പരസ്യമാക്കാനും ആ രീതിയിലുള്ള ശിക്ഷ നടത്തി പരിശുദ്ധ മറിയത്തെ അവഹേളിക്കാനും ഒന്നും യൗസേപ്പ് പിതാവ് തയ്യാറായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീതിമാനായിരുന്നു. നീതിമാനായ മനുഷ്യൻ ഒരു തിന്മയ്ക്കും കൂട്ടുനിന്നില്ല. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിയും ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് മാലാഖ വഴി ഓരോ പ്രാവശ്യവും സന്ദേശം കൊടുത്ത് പിതാവിൻ്റെ ദൈവപിതാവിൻ്റെ താല്പര്യമെന്താണെന്ന് വിശദമാക്കുകയായിരുന്നു. അതിനനുസൃതമായി പ്രവർത്തിച്ച് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു പോയ വിശുദ്ധനെയാണ് ഇന്ന് പ്രത്യേകം സ്മരിക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ദൗത്യം എന്താണ്? തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായി ജീവിക്കുക. തനിക്ക് ലഭിച്ച ഓരോ സന്ദേശവും എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പൂർണ്ണഗർഭിണിയായ ഭാര്യയും കൊണ്ടാണ് ബെത്ലഹേമിൽ കനേഷ്മാരി കണക്ക് കൊടുക്കുന്നതിനായിട്ട് പോകുന്നത്.
ഇന്ന് തന്നെ ഇത്രയും സുഖസൗകര്യങ്ങളുള്ള ഈ ലോകത്ത് യാത്ര വിമാനത്തിലായാലും നമുക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാണുന്ന നല്ല റോഡുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴുതപ്പുറത്ത് സഞ്ചരിച്ച് ഈ പൂർണ്ണഗർഭിണിയായ സ്ത്രീയെയും കൊണ്ട് ബെത്ലഹേമിലേക്കുള്ള യാത്ര, അവിടെ താമസിക്കാൻ സൗകര്യമില്ല, എല്ലാ സത്രങ്ങളിലും ചെന്നിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. അവസാനമാണ് ഒരു തൊഴുത്ത് കണ്ടെത്തി അവിടെ പരിശുദ്ധ മറിയം പ്രസവ സമയമായി അവൾ അവിടെയാണ് ഉണ്ണിമിശിഹായിക്ക് ഈ ലോകത്തിലേക്ക് വരുവാനുള്ള വേദി ഒരുക്കിയത്. അത് കഴിഞ്ഞ് സ്വസ്ഥതയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ കൽപ്പിച്ചു. അതുമനുസരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. ആ സമയത്തും ദീർഘമായ യാത്രയൊക്കെ ചെയ്യുന്നതിന് യോസേപ്പ് പിതാവ് ഒരു മടിയും കാണിച്ചില്ല. ഓരോ സന്ദേശത്തിനനുസൃതമായും തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന വിശുദ്ധനെയാണ് നാം കണ്ടെത്തുന്നത്. അങ്ങനെ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായി അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചു. യാതൊന്നും അറിയപ്പെടാത്ത, യാതൊന്നും പരസ്യമാക്കാത്ത നിഷ്കളങ്കനായ വിശുദ്ധിനെയാണ് നാം ഓർമ്മിക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ തൻ്റെ ദൗത്യം ആ കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പൂർണ്ണമായി നിർവഹിച്ചു. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനും പാലകനുമായിരുന്ന വിശുദ്ധനെ ഡിസംബർ മാസം 8-ാം തീയതി 1870 പരിശുദ്ധ പിതാവ് 9-ാം പിയൂസ് പാപ്പ സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ മാത്രമല്ല സഭയുടെ സംരക്ഷകൻ കൂടിയാണ്. അതിൻ്റെ 150-ാം വാർഷികമാണ് 2020 നമ്മൾ ആഘോഷിച്ചത്. അന്ന് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിക്കുകയും നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് യോസേപ്പ് പിതാവിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത് തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിയിലൊരു ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന യോസേപ്പ് പിതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ടായിരുന്നു. പിതാവ് പറയുന്നത്, ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞ കത്തുകളെല്ലാം വൈകുന്നേരമാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തലയണ കീഴിൽ വയ്ക്കുന്നത് പോലെ ആ തിരുസ്വരൂപത്തിൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഉറങ്ങാൻ പോയിരുന്നത്. യോസേപ്പ് പിതാവിൻ്റെ നിരന്തരമായ സഹായം തൻ്റെ അജപാലന ശുശ്രൂഷയിൽ ലഭിച്ചുവെന്ന് പരിശുദ്ധ പിതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെയും സഭയുടെയും സംരക്ഷകനായ യോസേപ്പ് പിതാവിനെ അനുസ്മരിക്കുമ്പോൾ ഈ യോസേപ്പ് പിതാവ് ഇന്ന് എന്ത് സന്ദേശമാണ് 2026 നമ്മോട് പറയുന്നതെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് സഭ ഇന്ന് ആകുലപ്പെടുന്നത്. കുടുംബങ്ങൾ എങ്ങനെയാണ്? കുടുംബങ്ങളാണ് സഭയുടെ അടിസ്ഥാന ശിലയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്നാണ് വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ലയോ പാപ്പ സഭയുടെ മതബോധന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തനിക്കുള്ള ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം സൂചിപ്പിച്ചതാണ്, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവുണ്ട്, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അറിവുണ്ട്, സുഖകരമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. ധനം സമ്പാദിക്കണമെന്നും സമൃദ്ധിയുള്ള ജീവിതം നയിക്കണമെന്നും ഒക്കെ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു ലൗകികമായ സമ്പത്തിൻ്റെ ജീവിതം എല്ലാ മക്കൾക്കും കൊടുക്കുന്നതിന്
ഇന്നത്തെ ആധുനിക ലോകത്തെ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം വിശ്വാസ കൈമാറ്റം നടത്തുന്നതിന് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എവിടെയാണ് വിശ്വാസം പഠിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ആരംഭം എവിടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ നിന്നാണ് വിശ്വാസ പരിശീലനം ലഭിക്കുന്നത്. കുഞ്ഞുമക്കളെ കുരിശ് വരയ്ക്കാനും പ്രാർത്ഥനകൾ ചൊല്ലിക്കാനും മാതാപിതാക്കളാണ് ആദ്യമായിട്ട് മുൻകൈയെടുക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് അവരെ ഒരു പ്രായമെത്തുമ്പോൾ പ്രഥമ ദിപികാരുണ്യ സ്വീകരണത്തിനും അനുതാപത്തിൻ്റെ കൂരാശ സ്വീകരിക്കുന്നതിനൊക്കെ പ്രചോദനമാകുന്നത് മാതാപിതാക്കളാണ്. അങ്ങനെ ഓരോ കൂരാശയെയും കുറിച്ച് മതബോധന ക്ലാസ്സുകളിലൂടെ പഠിച്ച് വരുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ഒരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കളിൽ നിന്നെല്ലാം വേറിട്ട് അവർ വേറെ ലോകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ പ്രശ്നം അതാണ്. തീർച്ചയായും വളർച്ചയ്ക്കനുസൃതമായ വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ സമ്പാദിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പ്രധാനമായും കൈമോശം വരുന്നത് കുഞ്ഞുമക്കൾക്ക് അറിവ് പകരുന്ന മാതാപിതാക്കൾ സുവിശേഷ മൂല്യങ്ങളെക്കുറിച്ചോ സഭയുടെ മൂല്യങ്ങളെക്കുറിച്ചോ പഠിപ്പിക്കുവാനോ മാതൃക നൽകുവാനോ സന്നദ്ധരല്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ആധുനിക യുവജനങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും തന്നെയാണ് വളരുന്നത്. നമുക്കൊരു കാര്യവും മറച്ചു വയ്ക്കാൻ ഇന്ന് സാധ്യമല്ല. ആധുനിക വാർത്താമാധ്യമങ്ങളിലൂടെ എല്ലാം അവരുടെ കൺമുമ്പിലെത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന പോരായ്മ, വിശ്വാസ കൈമാറ്റം നടക്കുന്നില്ല. അതുപോലെ സഭയുടെ മൂല്യങ്ങളും സുവിശേഷത്തിലടങ്ങിയിരിക്കുന്ന ക്രിസ്തീയമായിട്ടുള്ള ധാർമ്മികതയും ഒന്നും കൈമാറുന്നതിന് നമുക്ക് കഴിയാതെ പോകുന്നു. അതിനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നോ ഇല്ലയോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ നാം വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കനുസൃതമായി സാക്ഷി നൽകുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. അപ്പോൾ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ഇന്ന് ആകുലപ്പെടുന്നത് ഇതാണ്. സഭയുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ബോധ്യമുണ്ട്, അറിവുണ്ട്. എന്നാൽ അതിനനുസൃതമായി ദൈവീക കാര്യങ്ങളെക്കുറിച്ച്, സുവിശേഷ മൂല്യങ്ങളെക്കുറിച്ച്, ഉന്നതമായ ക്രിസ്തീയ ധാർമ്മികതയെക്കുറിച്ച് ബോധ്യങ്ങളില്ലാതെ വരുന്നതുകൊണ്ട് കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. ഏറ്റവും ശിഥിലമാകുന്നത് വിവാഹമെന്ന കൂരാശയാണെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ അരമനയിൽ കേസുകൾ ആയിരക്കണക്കിന് കിടപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് കുടുംബ കോടതിയിൽ ചെന്നാലും ഇതുപോലെ ആയിരക്കണക്കിന് കേസുകൾ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബന്ധം ഇത്രമാത്രം ശിഥിലമാകുന്നത്? സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വളരെ പവിത്രമായ ബന്ധമാണെന്നും ഈ കൂരാശ സ്വീകരിക്കുന്ന അവസരത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വരനും വധുവുമൊക്കെ സഭയുടെ മുമ്പാകെ വ്യക്തമാക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റായ ജീവിതം ആശ്ലേഷിക്കുമ്പോഴാണ് ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. സ്വാഭാവികമായും വേറെ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലുപരിയായി ഏറ്റവും കൂടുതൽ ഇന്ന് നാം കണ്ടെത്തുന്നത് ഭാര്യാഭർത്തൃബന്ധം ഗാഠമായ സ്നേഹബന്ധമാണെന്ന് പറയുവാൻ സാധിക്കുന്നില്ല. സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഗാഠമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഭാര്യാഭർത്തൃബന്ധമെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ അതിനനുസൃതമായിട്ടുള്ള സാക്ഷ്യമൊന്നും കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഇന്നത്തെ ആധുനികത എന്താണ്, ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വളരെ ലളിതമായിട്ട്, വളരെ താല്പര്യമില്ലാതെ ഈ ബന്ധങ്ങളിലേക്ക് കടന്നു വരികയും തെറ്റായിട്ടുള്ള മാതൃകകൾ അനുകരിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ കുഞ്ഞുമക്കളാണെന്ന് മറന്നു പോകരുത്. നമ്മളിന്ന്
ഒരു കാലത്ത് അനാഥാലയങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥലത്ത് ഇന്ന് ഷെൽട്ടർ ഹോം എന്നാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ടുള്ള ആ കുഞ്ഞുമക്കളെയൊക്കെ സർക്കാർ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറിയിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാനോ ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് വളരെ സ്വതന്ത്രമായിട്ട് വളരുകയും ഒന്നും അവരുടെ ജീവിതത്തിൽ കണ്ടെത്താതെ തെറ്റായ ജീവിതമാർഗങ്ങളിലേക്ക് ആ മക്കൾ കടന്നു പോവുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ തെറ്റ് തന്നെയാണെന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. തിരുക്കുടുംബത്തെ സംരക്ഷിച്ച വിശുദ്ധ ഔസേപ്പിതാവിനോട് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് കുടുംബങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇതുപോലെ തകർന്ന ഒരുപിടി കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാം കടന്നു ചെന്ന് എത്രമാത്രം ഗാഢമായ സ്നേഹബന്ധങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയുന്നു എന്ന് നാം പരിശോധിക്കുക. നമ്മുടെ മക്കൾക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക പ്രദാനം ചെയ്യാൻ മുതിർന്നവരായ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നോ ഇല്ലയോ എന്നതും നാം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ തിരുനാളുകളൊക്കെ പ്രസക്തമാകുകയുള്ളൂ. ഇത് ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ വരുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്തുതിക്കായി ഒരുപാട് ദേവാലയങ്ങളിൽ സ്നേഹവിരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതായ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും മോശപ്പെട്ടതല്ല. നമ്മുടെ ത്യാഗത്തിൻ്റെ ഫലമായി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കഴിയുന്നു. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ടത് ഒരു ക്രൈസ്തവനെന്ന നിലയിൽ ക്രിസ്തീയത നൽകുന്ന, ക്രിസ്തീയ ധാർമ്മികത നൽകുന്ന, ക്രിസ്തീയ മൂല്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന എൻ്റെ ജീവിതമാണോ അതോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നത്? അതോ ഈ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ശുശ്രൂഷയായി സ്നേഹവിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ പ്രവൃത്തികളോ മാറുന്നെങ്കിൽ അതൊക്കെ ചടങ്ങുകൾ മാത്രമാണ്. അതിനൊന്നും ഒരു ധാർമ്മികത ഉണ്ടാവില്ല, അതിനൊന്നും നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. വിശ്വാസ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് JB കോശി കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നു. കേരളത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 14.6%. ഒരു കാലത്ത് 20-ലേറെ 22 വരെ ഒക്കെ ഉണ്ടായിരുന്ന ഈ ശതമാനം താഴോട്ട് പോകുന്നതിൻ്റെ കാരണം കുടുംബങ്ങൾ ശിഥിലമായിരിക്കുന്നു. മക്കളില്ലാത്ത കുടുംബങ്ങളാണ് ആധുനിക കുടുംബമെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങൾ സൃഷ്ടിക്കുവാൻ പുതിയ തലമുറ ഇന്ന് ശ്രദ്ധിക്കുകയാണ്. വിവാഹം പോലും വേണ്ട എന്ന് ശഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് ആദരവും ബഹുമാനവും ഭക്തിയുമൊക്കെ പ്രകടിപ്പിക്കുവാൻ ഈ ചെറിയ ഇടവകയായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക, തിരുനാൾ ഏറ്റവും പ്രസക്തമാകുന്നത് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവ് സംരക്ഷിച്ച കുടുംബങ്ങളായി പരിണമിക്കുമ്പോഴാണ്. അവിടെ നീതി ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, നിഷ്കളങ്കത ഉണ്ടാകണം, പരിശുദ്ധി ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഔസേപ്പിതാവിനോട് തീർത്തും ഭക്തിയുള്ള സമൂഹമാണെന്ന് നമുക്ക് അവകാശപ്പെടാം. ഇന്നത്തെ ഈ തിരുനാൾ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്നും പ്രചോദനമാകണം. നമ്മുടെ തെറ്റുകളും കുറവുകളുമെല്ലാം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന്, വിശുദ്ധീകരിക്കണമെന്ന്, നവീകരിക്കണമെന്ന്, പുതിയ കുടുംബങ്ങളായി മാറ്റണമെന്ന് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവ് നമ്മുടെ ഇടയ പ്രാർത്ഥന ശ്രവിച്ച് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ധന്യമാക്കട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും താല്പര്യവും. അതിനനുസൃതമായ കൃപ ലഭിക്കുന്നതിന് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും
ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേൻ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേനി സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മിപ്പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാകും റൂഹായിൽ വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമോറപ്പായിഹത്തിൽ പ്രത്യാശയോടേത കാത്തിരിക്കുന്നേൻ. പ്രിയപ്പെട്ടവരെ, പെസഹ മഹോത്സവം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ
കർത്താവിനോട് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ ദിവ്യരഹസ്യത്തിൽ സമൃദ്ധമായി പങ്കുചേരാൻ കഴിയുമാറാകട്ടെ. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്ന് ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ കർത്താവേ, അങ്ങയുടെ തിരുസഭയെ നയിക്കുന്ന നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയ്ക്കും നമ്മുടെ രൂപതാ അധ്യക്ഷൻ പോൾ മുല്ലശ്ശേരി പിതാവിനും സ്റ്റാലി റോമൻ തിരുമേനിയെയും ഡൈജു അച്ഛനെയും മറ്റെല്ലാ സഭാ മെത്രാന്മാരെയും സന്യസ്തരെയും അങ്ങയുടെ പവിത്രമായ സംരക്ഷണയിൽ കാത്തു സൂക്ഷിക്കണമേ. അവർക്ക് ആവശ്യമായ ജ്ഞാനവും ആരോഗ്യവും ആത്മീയമായ ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവപിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേ പിതാവിൻ്റെ മധ്യസ്ഥത തേടുന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ ഇടവകയെ ആത്മീയമായി നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോർജ് റെബോരോ അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ക്രിസ്തുവിനെ പോലെ ഇടവക ജനത്തെ സ്നേഹിക്കുവാനും നയിക്കുവാനും ആവശ്യമായ ആരോഗ്യവും ആയുസ്സും ജ്ഞാനവും നൽകി കാത്തു പരിപാലിക്കണമേ എന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവപിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദിൻ്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, വിശുദ്ധ യൗസേ പിതാവിൻ്റെ എളിമയും ദൈവികമായ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കുന്ന മനസാന്നിധ്യവും മാതൃകയാക്കാൻ നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളെയും യുവജനങ്ങളെയും അനുഗ്രഹിക്കണമെന്നും അവർ ദൈവഭയത്തിലും നന്മയിലും വളരണമെന്നും വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവപിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നസ്രത്തിലെ തച്ചനായി ജോലി ചെയ്ത് മാതൃക കാട്ടിയ വിശുദ്ധ യൗസേ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്കും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന അശരണർക്കു വേണ്ടിയും ജോലിയും വരുമാനവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയും വേതനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് മാർഗങ്ങൾ തുറന്നു കിട്ടുവാനും അധ്വാനിക്കുന്നവർക്ക് അർഹമായ ഫലം ലഭിക്കുവാനും വേണ്ടി വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവപിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ഈശോയെ, കഠിനമായ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ തിരുമുറിവുകളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമെന്നും ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും അങ്ങയുടെ നിത്യരാജ്യത്തിൽ വിരുന്നൊരുക്കണമേ എന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥതയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവപിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ സഭയുടെ പ്രാർത്ഥനകളോട് കരുണയായിരിക്കുകയും അങ്ങേ ശരണം പ്രാപിക്കുന്ന ഹൃദയങ്ങൾ കനിവാർന്ന തൃക്കൺ പാർക്കുകയും ചെയ്യണമേ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളായി തീരാൻ അങ്ങ് അനുഗ്രഹിക്കുന്നവർ അങ്ങേ സഹായം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
സന്നിധി എൻ ജീവിതം കാഴ്ചയേകിടാം. കൈകൾ നീട്ടി നിൽക്കുമെൻ യേശുനാഥ, താവക സന്നിധി എൻ ജീവിതം കാഴ്ചയേകിടാം. സ്നേഹതാത സന്നിധി എൻ്റെ ഈ ചെറുജീവിതം ശ്രേഷ്ഠമായൊരു കാഴ്ചയായി തീർക്കണേ. സ്നേഹതാത സന്നിധി എൻ്റെ ചെറുജീവിതം ശ്രേഷ്ഠമായൊരു കാഴ്ചയായി തീർക്കണേ. അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയതിൽ ആശീർവദിച്ചെൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയതിൽ ആശീർവദിച്ചെൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. നന്മയായതൊന്നുമേ എന്നിലില്ലെന്നേശുവേ, നന്മയായതൊന്നുമേ എന്നിലില്ലെന്നേശുവേ, നിന്റെ പാവന ബലിയിൽ യോഗ്യതയിൽ എന്നെ ചേർത്തിടുന്നു. നിന്റെ പാവന ബലിയിൽ യോഗ്യതയിൽ എന്നെ ചേർത്തിടുന്നു. അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയതിൽ ആശീർവദിച്ചെൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. എന്റെ പാപഭാരവും ലോകമേകിയ മുറിവുകളും എന്റെ പാപഭാരവും ലോകമേകിയ മുറിവുകളും നിന്റെ യാഗവേദിയിൽ സുരഭില കാഴ്ചയായി അർപ്പിക്കണേ. നിന്റെ യാഗവേദിയിൽ സുരവില കാഴ്ചയായി അർപ്പിക്കണേ. കൈകൾ നീട്ടി നിൽക്കുമെൻ യേശുനാഥ, താവക സന്നിധി എൻ ജീവിതം കാഴ്ചയേകിടാം. സ്നേഹതാത സന്നിധി എൻ്റെ ഈ ചെറുജീവിതം ശ്രേഷ്ഠമായൊരു കാഴ്ചയായി തീർക്കണേ. അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയതിൽ ആശീർവദിച്ചെൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയതിൽ ആശീർവദിച്ചെൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ.
സഹോദരരെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് പരിശുദ്ധ കന്യകാമറിയത്തെന്ന് പറഞ്ഞ അങ്ങേ ഏകജാതനെ ഭക്യാദരപൂർവം വിശുദ്ധ ഔസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെയും അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന്മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു. അധീശന്മാർ ആരാധിക്കുന്നു. ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തി പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന.
അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ ഏറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ ഏറ്റം ധന്യനുമാ. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങാഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും
ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമീയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥയായ ലിസ്യൂവിലെ വിശുദ്ധ തെരേസായോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലിയോ പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആന്റണി മെത്രാനെയും ഇന്ന് ഞങ്ങളോടൊപ്പമുള്ള സാലറോമൻ പിതാവിനെയും വൈദിക ഗണത്തോടൊത്ത് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. 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 രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവർക്കതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങേ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ തീർത്ഥവുമാ. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമാ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം,
ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുനാൾ കർമ്മങ്ങൾക്ക് പ്രധാന കർമ്മേതം വഹിച്ച അഭിവന്യ പിതാവിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ച രണ്ട് ആദരായ കാര്യങ്ങൾ: ഒന്ന്, നമ്മൾ നമ്മുടെ കുടുംബത്തെ കൂടുതലായിട്ട് സ്നേഹിക്കണം. കുടുംബത്തെ കരുതലോടെ നിർത്തുവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കുടുംബമാണ് സഭയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ അടിസ്ഥാന ശിലയെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുന്നതിന് കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പണ്ടുകാലങ്ങളിലേക്ക് നമുക്കറിയാം, എന്നെ ശ്രമിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ വൈകുന്നേരമാകുമ്പോൾ ഒരു കുടുംബ പ്രാർത്ഥന ഉണ്ട്. ചെറുപ്പമാരെയായിരിക്കും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ആ കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. അതിന് കൈമോശം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കുവാനുമായിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നത്. അത് കുറച്ചുകൂടി താല്പര്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമായിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. ദിവസങ്ങളിൽ നമ്മെ സഹായിക്കാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഡൈജോച്ചൻ, ബിബിനച്ചൻ, ആബേൽ, ബെനഡിക്റ്റച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഡൈജോച്ചൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഇടവകയിൽ നിന്നാണ്. എപ്പോൾ വിളിച്ചാലും നമ്മൾ സഹായിക്കാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പ്രസിദ്ധന്മാരായി ഇന്ന് ജോം ബെൻസികളും ഡാനി ബെൻസികളുമാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവ് ബെൻസികളാണ് ഇതിന് നേതൃത്വം നൽകാനായിട്ട് ആഗ്രഹിച്ചത്. ഭാഗ്യവശാൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടകരമായൊരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ നാട് വിട്ട് പോകുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല പോയത്. ഔഷധിതാവിൻ്റെ ഒരു രൂപവുമായിട്ടാണ് പോകുന്നത്. മനസ്സിലാക്കിയത് ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. അതിൻ്റെ സ്നേഹവും ഔഷധിതാവിനോടുള്ള താല്പര്യവും പ്രമാണിച്ചാണ് അദ്ദേഹം ഈ തിരുനാൾ നടത്താനായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റെടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും പ്രത്യേകം നന്ദി നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ലോകപ്രിയ സഭാ അംഗങ്ങൾ പ്രത്യേകം നന്ദി. CLCക്ക് നന്ദി. ഇടവക കൈകാര്യം കോർഡിനേറ്റർ, ധനകാര്യ സമിതി അംഗങ്ങൾ, അജപാലന സമിതി അംഗങ്ങൾ, കണക്കൻ, ഓട്ടർ ബോയ്സ്, മൂസ് എന്നിവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താരൂരിക്ക് അർപ്പിക്കും ഗോപാലകൃഷ്ണനും നന്ദി അർപ്പിക്കുന്നു. ദിവ്യബലിക്ക് ഗാനങ്ങൾ ആലപിച്ച് ദിവ്യനും ടീമിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫി
വിശുദ്ധ കുർബാന തിരുക്കർമ്മങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടുക. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ ആശീർവാദം ഉണ്ടായിരിക്കുന്നതാണ്. വലിയ വാതിൽ വരെ പ്രദക്ഷിണം വന്നിട്ട് തിരികെ ബെനഡിക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശീർവാദത്തിന് വേണ്ടി അൾത്താരയിലേക്ക് വരുന്നു. ദിവ്യബലിക്ക് ശേഷം സ്നേഹവിരുന്നുണ്ടായിരിക്കുന്നതാണ്. നേർച്ചയായി നടത്തുന്നത് തെങ്ങുവിള കുടുംബാംഗങ്ങളാണ്, വിശുദ്ധേന്ത്യയും കുടുംബാംഗങ്ങളും. പിന്നീട് ഞാൻ അതിലേക്ക് വരുന്നത് അടുത്ത ആഴ്ച പോലെ ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ ആഴ്ച കൈയ്യട്ടി ഈശോയുടെ കാര്യമുണ്ട്, ഈ ആഴ്ച ശബ്ദമുണ്ട്, അടുത്ത ആഴ്ച ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ഒരാഴ്ച തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടും ഒരുമിച്ച് കാണാനായിട്ടും കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടും സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പതാക ഇറക്കി നമ്മൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് സ്നേഹവിരുദ്ധനായിട്ട് പിരിയുന്നത്. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന.
പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. ഭക്ത്യാ വണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവ പിതാവിനും തന്റെ ഗജാതനും സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും. പാവനാത്മാവിലും ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാവണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന് ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. വെണ്മയെഴുന്നതാം ലില്ലിപ്പൂവ് പോൽ വെണ്മയെഴുന്നതാ ലില്ലിപ്പൂവ് പോൽ ദൈവത്തിൻ തോഴനായി വാഴും യൗസേപ്പേ. ദൈവത്തിൻ തോഴനായി വാഴും യൗസേപ്പേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. ദൈവകുമാരനും ദൈവമാതാവിനും താങ്ങായി തണലായി നിന്ന താതാ. ദൈവകുമാരനും ദൈവമാതാവിനും താങ്ങായി തണലായി നിന്ന താതാ. തിരുക്കുടുംബത്തിൻ്റെ കാവലായ യൗസേപ്പിതാവേ കാത്തിടണേ. തിരുക്കുടുംബത്തിൻ്റെ കാവലായ യൗസേപ്പിതാവേ കാത്തിടണേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ.
അധ്വാനിക്കുന്നോർക്കും ഭാരം വഹിപ്പോർക്കും മധ്യസ്ഥനായൊരു സ്നേഹതാതാ. അധ്വാനിക്കുന്നോർക്കും ഭാരം വഹിപ്പോർക്കും മധ്യസ്ഥനായൊരു സ്നേഹതാതാ. നൽമരണത്തിൻ മധ്യസ്ഥനായ യൗസേപ്പിതാവേ പ്രാർത്ഥിക്കണേ. നൽമരണത്തിൻ മധ്യസ്ഥനായ യൗസേപ്പിതാവേ പ്രാർത്ഥിക്കണേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. വെണ്മയെഴുന്നതാ ലില്ലിപ്പൂവ് പോൽ, വെണ്മയെഴുന്നതാ ലില്ലിപ്പൂവ് പോൽ ദൈവത്തിൻ തോഴനായി വാഴും യൗസേപ്പേ. ദൈവത്തിൻ തോഴനായി വാഴും യൗസേപ്പേ. തിരുക്കുടുംബത്തിൻ്റെ പാലക യൗസേപ്പിതാവേ നീതിമാനേ. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിധിനാഥനായ അങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും. സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ.